സിനിജി, മലയാള സിനിമയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും വരികയാണ്. ഇപ്പൊ നമുക്കത് ഒരു പുതുമയൊന്നും അല്ലാതായി മാറിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ലഹരിയൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴും തുടരെ അതിഗംഭീരമായി പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതെല്ലാം കൂടെ ചേർന്ന് വായിക്കുമ്പോൾ മലയാള സിനിമ ഏത് രീതിയിലാണ് ഒന്ന് കുതിപ്പ് എന്താ താഴോട്ട് പോകുമ്പോൾ മറ്റൊരു തരത്തിൽ മുകളിലോട്ട് കുതിക്കുകയാണ്. എങ്ങനെ കാണണം? ഇപ്പൊ ഈ ഖാലിദ് റഹ്മാൻ, അതുപോലെ തന്നെ അഷ്റഫ് ഹംസ, ഇവരൊക്കെ നല്ല സംവിധായകരാണ്, അല്ലേ? ഇപ്പം ആലപ്പുഴ ജിംഖാന നമ്മൾ എത്ര നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതുപോലെ തന്നെ തല്ലുമാല, ഭീമന്റെ വഴി, തമാശ. അപ്പൊ ഇത്തരമൊക്കെ സിനിമകൾ എടുക്കുന്ന ഈ സംവിധായകരൊക്കെ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടിയിലാണ്. ഇപ്പുറത്തേക്ക് മാറുമ്പോഴോ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു സംവിധായകനിലൂടെ മോഹൻലാലിനെയും ശോഭനയും അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് തിരിച്ചു വരുന്നു. ആ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു. അപ്പോൾ ഈ കഞ്ചാവ് അല്ലെ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് സിനിമയെന്ന് പറയുമ്പോൾ പോലും നല്ല സിനിമകൾ നിർമ്മിക്കുന്ന ആളുകൾ, നല്ല സിനിമയിൽ അഭിനയിക്കുന്ന മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും അതേ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ തരുൺ മൂർത്തി നമുക്കറിയില്ല, സൗദി വെള്ളയ്ക്ക, അതുപോലെ തന്നെ ജാവ, അല്ലെ, ഓപ്പറേഷൻ ജാവ, ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് തന്റെ പ്രതിഭ തെളിയിച്ച ആള് മോഹൻലാലിനെയും ശോഭനയും നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഇവരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് എബോവ് 40 അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാരണം മലയാള സിനിമയ്ക്ക് നമുക്ക് ഹൃദയസ്പർശിയായ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ്റെ, ചേച്ചിയുടെ, അപ്പൂപ്പൻ്റെ, അമ്മുമ്മയുടെ, നമ്മുടെ അയൽപ്പക്കത്തെ കഥകളൊക്കെ പറഞ്ഞാൽ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അമാനുഷിക കഥാപാത്രങ്ങളെ, അല്ലെങ്കിൽ വെറുതെ ഈ ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ കാണുന്ന പോലെ ഇടിയും പുകയും വെടിയും അതൊന്നും അല്ലാത്ത ചിത്രങ്ങളെ മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ കഴിഞ്ഞ 4-5 മാസത്തിൽ കുറേ സിനിമകൾ ഇറങ്ങിയപ്പോൾ ആകെ നമുക്ക് എടുത്തു പറയാൻ ഒരു എമ്പുരാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഇവിടെ ഇപ്പോൾ തുടരുമെന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സുകളെ വീണ്ടും തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുന്നു. തന്നെ കണ്ടതല്ലേ സിനിമ? ഞാൻ ഇനി ഒരിക്കൽ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ സിനിമ. ഒരിക്കൽ കണ്ടിട്ടൊന്നും എനിക്ക് കൊതി തീർന്നിട്ടില്ല സിനിമയുടെ. കുറേ നാളിന് ശേഷം ഇപ്പൊ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പലരും പറയുന്നുണ്ട്. കുറേ നാളിന് ശേഷം മാസ് ഡയലോഗുകളില്ലാതെ, വെടിവെച്ചകളുടെ അകമ്പടികളില്ലാതെ, എന്താ പറയുക, ഈ പുഴത്തുന്ന വർത്തമാനങ്ങളൊന്നുമില്ലാതെ സിമ്പിളായി മുണ്ടെടുത്ത് നാട്ടുകാർക്കിടയിൽ ചിരിച്ചും കളിച്ചും സംസാരിച്ചും പറയുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു അങ്ങേരുടെ തലമുടിയുടെ ഇഴകൾ പോലും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആക്ടറായി മോഹൻലാൽ ഈ സിനിമയിൽ മാറിയിരിക്കുന്നു. എത്ര വർണ്ണിച്ചാലും എന്താ പറയുക, ഈ പറഞ്ഞു തീരുന്നില്ല എന്നുള്ളതാണ്. പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നത് നമുക്ക്. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിൽ തരുൺ മൂർത്തി ഈ സിനിമ എടുത്തു വച്ചേക്കുന്നു എന്നുള്ളതാണ്. മോഹൻലാലിന്റെ ഒരു നോട്ടം, ശോഭനയുടെ ഒരു നോട്ടം, ഇതിലൂടെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുപോലെ ഈ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വില്ലന്മാരെ നമ്മൾ അധിക സിനിമയിൽ കണ്ടിട്ടില്ല. വളരെ ശക്തമായി നിൽക്കുന്ന വില്ലൻ, അതാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വില്ലൻ. എനിക്ക് തോന്നുന്നു മോഹൻലാലിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ. ഒരു പിടി താഴോട്ടുമില്ല മുകളിലോട്ടുമില്ല, ഒപ്പത്തിനൊപ്പമാണ് ആ വില്ലൻ എന്നുള്ളത്. ഈ സിനിമ കണ്ടില്ലെങ്കിൽ സിനിജി ഇതൊരു വലിയ നഷ്ടമായി പോകും. കാരണം അത്രമാത്രം നമ്മൾ കണ്ട് പറഞ്ഞു പോയ കഥയാണ് പറയുന്നതെങ്കിലും അതിന്റെ പിന്നിൽ ഇത്ര വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സിനിമ. ഒരു ടാക്സി ഡ്രൈവറായിട്ടോ മറ്റാണെന്ന് തോന്നുന്നു. ബെൻസ് എന്നാണ് പേര്. കൂടുതൽ കഥ പറഞ്ഞ് നാട്ടുകാരെ എടുത്തിട്ട് അലക്കിക്കളയും, അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഒരു ടാക്സി ഡ്രൈവറാണ്, ഷൺമുഖൻ എന്നാണ് യഥാർത്ഥ പേര്, പക്ഷെ ബെൻസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഒരു അച്ഛൻ മക്കൾ സൗഹൃദം, ഒരു കുടുംബ ശോഭനയും മോഹൻലാലും തമ്മിലുള്ള ആ പഴയ എന്താ പറയുക കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന, വെട്ടിയിട്ട വാഴ പോലെ എന്ന് പറയുന്ന ചില സിനിമകളിലൊക്കെ മോഹൻലാൽ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഇവിടെ കൃത്യമായി ആ കഥാപാത്രത്തില് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ശോഭന ചോദിക്കുന്നത്, വെട്ടിയിട്ട വാഴ പോലെ. പിന്നെ മോഹൻലാലിന്റെ അഭിനയത്തിന്റെ മാസ്മരികമായ ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അച്ഛനെ കാണുന്നു, എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അച്ഛനെ കാണുന്നു, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അച്ഛനെ കാണുന്നു, ഒരു ഭർത്താവിനെ കാണുന്നു. അങ്ങനെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പമാണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇഴയെടുപ്പത്തെ വീണ്ടും കൊണ്ടുവരാൻ ലാലേട്ടൻ ആ മുണ്ടെടുത്ത് ആ കുടുംബത്തിന്റെ ഒരു നാഥനായി വരുന്ന സിനിമ ആ നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ ലാലേട്ടനെ ഏത് രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് തരുൺ മൂർത്തി കാണിച്ചു തന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് ആ സിനിമയിലൂടെ എന്നുള്ളതാണ്. കാരണം പറയാൻ പറ്റും, ഒരു ബാത്റൂം സീനൊക്കെ ഉണ്ട് സിനിജി അതില്. അപ്പോൾ അതൊക്കെ
നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സീൻ. എനിക്കറിയില്ല, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഉള്ളിലുള്ള ആ ഒരു മികച്ച കഴിവിനെ കുറെ നാളിന് ശേഷം തരുൺ മൂർത്തി പുറത്തെടുത്തു തന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ അഭിനന്ദനം നൽകാം. എന്തായാലും ശരിക്കും ഒരു ബോൺ ആക്ടറാണ് മോഹൻലാൽ. പക്ഷെ മോഹൻലാലിനെ പിന്നീട് ഈ അതിമാനുഷിക അമാനുഷിക കഥാപാത്രങ്ങളായിട്ട്, അധോലോക കഥാപാത്രങ്ങളായിട്ടൊക്കെ മോൾഡ് ചെയ്യാൻ ചിലർ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാച്ചുറൽ അഭിനയം നമുക്ക് നഷ്ടമായി. ആ നാച്ചുറൽ അഭിനയത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന തരുൺ മൂർത്തിയെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഒരു നടനെ മോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് സംവിധായകന്റെ ഒരു കഴിവാണ്. ആ കഴിവ് കൃത്യമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. മാത്രമല്ല, മലയാളികൾ ഇത്തരത്തിലുള്ള സിനിമകളാണ് കാണാൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവും അടിച്ച് അത്തരത്തിൽ അഭിനയിക്കുന്ന ചില നടന്മാർ, അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട സംവിധായകർ, ഇവരൊക്കെയാണ് നടന്റെ ഭാര്യ വരെ ഡിപ്രഷനിലായത് ആ നടൻ കഞ്ചാവിന് അടിമയായി പോയതുകൊണ്ടെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ഒരു വശത്ത് മലയാള സിനിമയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കരുതുന്നത് ഈ മേഖല മുഴുവൻ ഈ ലഹരിയുടെ പിടിയിലാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല. നല്ല സിനിമകൾ വന്നാൽ കാണാൻ ആളുകളുണ്ട്. അതുപോലെ നല്ല സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി അതൊരു കോടികൾ മറിയുന്ന ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 3-4 മാസമുള്ള എത്ര സിനിമകൾ വന്നു മറിഞ്ഞിട്ടുണ്ട്, എത്ര ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, എത്രയാണ് നല്ല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന പഴയ നടനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ ചെയ്തു. ഇപ്പോൾ ധന്യ പറയുന്നത് അനുസരിച്ച് ഇതിനകത്ത് മിക്ക കഥാപാത്രങ്ങളും പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ മറ്റ് സിനിമകളിലൊന്നും അധികം അഭിനയിച്ചവരല്ല. അവർക്ക് തന്മയത്വത്തോടെ അഭിനയിക്കാൻ കഴിഞ്ഞു. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ വില്ലൻ എത്രത്തോളം കഴിവുണ്ടായിരിക്കണം. അപ്പൊ അസാമാന്യമായ അവരുടെ കഴിവുകളെ തേച്ച് മിനുക്കിയെടുക്കാൻ ഒരു സംവിധായകന് കഴിഞ്ഞു. പിന്നെ ഈ അതിമാനുഷിക കഴിവെന്നുള്ള നായകനും വില്ലനും അല്ല, സാധാരണ ജനങ്ങൾക്കിടയിൽ നമ്മൾ കണ്ട് മറന്നു തുടങ്ങിയ ഒരു വില്ലൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു വില്ലൻ. ആ വില്ലനെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള. സത്യത്തിൽ എനിക്ക് കഥ ഭയങ്കരമായി പറയണതാണ്, കാരണം തിരിച്ച് കണ്ടിട്ടില്ല, സന്ദീപേട്ട കണ്ടിട്ടില്ല. അപ്പൊ ഇത് ആരും കാണാതെ നമ്മള് ചെന്ന്. പക്ഷെ തുടരുമെന്ന സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പത്രങ്ങളിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വലിയ രീതിയിലുള്ള പ്രചരണം കിട്ടുന്നത്. അപ്പൊ ഒരു പക്ഷേ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് ആരോപണ പ്രത്യാരോപണങ്ങളിലൊക്കെ കടന്നുപോവുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിഷുവിന് തന്നെ ഈ ചിത്രം വിഷുവിന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സ്വീകാര്യത ചിലപ്പോൾ ലഭിച്ചത്. ഹൗസ്ഫുള്ളാണ്. ഞാൻ രാത്രി 11:45 ഷോയ്ക്കാണ് കാണാൻ പോയത്. ഹൗസ് ഫുള്ളാണ്. മോഹൻലാൽ ആ മുണ്ടുടുത്ത് വന്നിറങ്ങുമ്പോൾ ആളുകൾ എണീച്ച് നിന്ന് കയ്യടിക്കുകയാണ്. ലാലേട്ട എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയാണ്. അതുപോലെ ഇല്ല, അവസാന ഭാഗം നമ്മൾ ഈ സിനിമ തീർന്ന ഉടനെ ഇറങ്ങി അങ്ങ് പോകുന്നൊരു ഇതുണ്ടല്ലോ, ഏർപ്പാടുണ്ടല്ലോ മലയാളിക്ക്. സിനിമ കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഇതല്ല, ആ എഴുതി കാണിക്കുമ്പോൾ മോഹൻലാൽ നടന്ന് നീങ്ങി അകത്ത് കയറുന്നത് വരെ ശ്വാസമടക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വലിയ അക്ഷരത്തിൽ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നതാണ്. മനസ്സ് സന്തോഷത്തോടെ കണ്ണ് നിറയുന്ന ഒരു രംഗമുണ്ട്. അതാണ് ആ തിയേറ്ററിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ലാലേട്ടനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള ലാലേട്ടൻ കഞ്ചാവ് അടിച്ച് ഈ ലഹരി അടിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മലയാള സിനിമയിൽ ന്യൂജൻ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് എടുത്തു വയ്ക്കുന്നേക്കാൾ ആളുകൾക്ക് ഇഷ്ടം ന്യൂജെന്നിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്ര വലിയ ലഹരിയുടെ എന്താ പറയുക ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമയിലെ തന്നെ ഒറ്റിയതാണ് ഇവരെയൊക്കെ പിടിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും ഹൃദയസ്പർശിയായ കഥ, ഹൃദയസ്പർശിയായ സിനിമ, അതുപോലെ തന്നെ കഥയെടുക്കുള്ള കഥാപാത്രങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകൻ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിൽ മലയാള സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഇനിയും പ്രേക്ഷകരുടെ ഒഴുക്ക് തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.